ശ്രീമദ് ഭാഗവതം ക്ലാസ് 162 എട്ടാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായമാണ് ലക്ഷ്മി സ്വയംവരവും മോഹിനി രൂപധാരണവും. ഇപ്പോൾ പാലാഴി മഥനത്തിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ ഇനി പാലാഴി മഥനത്തിലൂടെ എന്താണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. പാലാഴി മഥനം എന്ന് പറയുമ്പോൾ ഒന്നും കൂടി പറയാം. പ്രപഞ്ചം സൃഷ്ടിയുടെ ആദ്യ സമയത്ത് എല്ലാം ശൂന്യമായിരുന്നു, ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ അതിന് രൂപവും ഭാവമൊന്നുമില്ല, അതിനൊരു ഗുണവുമില്ല, ഒന്നുമില്ല. പക്ഷെ എന്താണ് പൂർണ്ണമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഋഷികൾക്കും അറിയില്ല, ആർക്കും അറിയാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു സാധനമാണ്. പക്ഷെ അതിനൊരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ അതിൽ നിന്നും കുറേ ഊർജം പുറത്തേക്ക് വരുന്നു. അത് തരംഗ രൂപത്തിൽ ഒഴുകുന്നു. അപ്പോൾ ആ സ്ഥലത്ത് എന്താണുള്ളത്? ശൂന്യമായ പ്രപഞ്ചം. എല്ലായിടത്തും ഒരുപോലെ ശൂന്യമായ ഒരു പ്രപഞ്ചം. എല്ലായിടത്തും ഒരുപോലെയുള്ള സാധനമാകുമ്പോൾ സമുദ്രമാണ്. സമുദ്രത്തിൽ എല്ലായിടത്തും ഒരുപോലെ. അമേരിക്കൻ്റെ സമുദ്രത്തിൽ പോയാലും ഇന്ത്യൻ്റെ സമുദ്രത്തിൻ്റെ അടിയിൽ പോയാലും എല്ലാം ഒരുപോലെ, എല്ലായിടത്തും. അതുകൊണ്ടാണ് സമുദ്രമായിട്ട് നാം കയറിയത്. പിന്നെ എന്തുണ്ടാവും? തിരമാലയുണ്ട്. അതുമാതിരി ഊർജ്ജം ഇങ്ങനെ തരംഗ രൂപത്തിൽ ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് പാലാഴി എന്ന് പറഞ്ഞത്. അപ്പം അതിനെ ഇങ്ങനെ മതിക്കുമ്പോൾ, പാലിനെ മതിക്കുമ്പോൾ എന്താണോ പുറത്തു വരുന്നത്, എല്ലാം ഒരേപോലെയുള്ള പാലിനെ ഒന്ന് മതിച്ചാൽ അതിൽ നിന്ന് കണങ്ങൾ പുറത്തേക്ക് വരും, വെണ്ണ രൂപത്തിൽ. ഇത്തരത്തിലാണ് ഊർജമാണ് ഉണ്ടായിരുന്നത്. ഊർജം കണങ്ങളായിട്ടെല്ലാം പുറത്തു വരാം. കണങ്ങൾ എന്ന് പറയുമ്പോൾ ആധുനിക സയൻസിൽ നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും അത് പിന്നെ ന്യൂക്ലിയസ് എല്ലാം. അപ്പം അതാണ് ഓരോന്നായിട്ട് വരാൻ പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നില് പരമശിവൻ വിഷപാനം ചെയ്യപ്പെട്ടു. വിഷൽ ആദ്യം വന്നത് ഊർജമാണ്. നമുക്കറിയാം ഒരു ഊർജത്തിൽ നിന്ന് കണങ്ങൾ ഉണ്ടാകുമ്പോൾ അധികം വരുന്ന ഊർജങ്ങളെല്ലാം പ്രവഹിക്കാൻ തുടങ്ങും. കെമിസ്ട്രിയിലുള്ളതാണ്. എന്തെങ്കിലും രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ അന്ന് ഊർജം ഇങ്ങനെ പുറത്തേക്ക് വരും. എപ്പോഴും ആറ്റങ്ങളും രാസപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അകത്ത് ഊർജം വരും. ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസ് ആകുന്ന പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഊർജമാണ് പുറത്തു വരുന്നത്. അങ്ങനെ കണങ്ങളാകുമ്പോൾ കുറേ ഊർജം പുറത്തേക്ക് വരും. എനർജി കണമായി മാറുമ്പോൾ E=mc² എന്നുള്ള ഇക്വേഷൻ ആണെങ്കിലും ആവശ്യത്തിൽ പ്രപഞ്ചം നിർമ്മിക്കാൻ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമുള്ള ഇലക്ട്രോണുകളെല്ലാം ഉണ്ടാകേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കണങ്ങളായിട്ട് മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വരുന്ന ലോകത്തെ തന്നെ, ലോകം മുഴുവൻ കണങ്ങളായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ആ ഊർജത്തെയാണ് ശിവൻ ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ പ്രതിഷ്ഠിച്ചത്. അതാണ് ശിവ കുടിച്ചു എന്ന് പറഞ്ഞാൽ കൗത്തിൽ വട്ടത്തിൽ വന്നു. ആറ്റത്തിൻ്റെ ഓർബിറ്റുകളാണ്. അപ്പം ആ ന്യൂക്ലിയസ് ഉണ്ടായി, അതിന് ചുറ്റും ഓർബിറ്റ് ഉണ്ടായി. ഇനി ഈ ഓർബിറ്റിലാണ് ആദ്യമുണ്ടായത് എന്തായിരിക്കും? കണങ്ങളായിരിക്കും. അത് വെച്ചുകൊണ്ടാണ് ഇവിടെ ആദ്യം ഓരോന്നും പാലാഴി എന്ന് വന്നതിൻ്റെ ക്രമത്തിൽ ഇവിടെ വിവരിക്കാൻ പോവുകയാണ്. ഇപ്പം സന്തുഷ്ടരായ ദേവാസുരന്മാർ സമുദ്രത്തെ വളരെ വീറോടുകൂടി കടയുവാൻ തുടങ്ങി. അവൻ അതിൽ നിന്നും കാമധേനു പുറത്തു വന്നു. കാമധേനു എന്ന് പറഞ്ഞാൽ പശുവാണ്. പശു എന്താണെന്ന് പണ്ടേ വേദങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണാണ്. എന്തുകൊണ്ടാണ് പശുവിനെ ഇലക്ട്രോണായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഭൂമിയെയും പശുവായിട്ട് കമ്പയർ ചെയ്യും. പശു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, എന്തെല്ലാം ശരീരത്തിന് വേണ്ട, പ്രോട്ടീനാണോ എന്താണോ വൈറ്റമിൻ, അതെല്ലാം ഉള്ളൊരു വസ്തുവാണ്. ഏകദേശം എല്ലാം ഉള്ളൊരു വസ്തുവാണ് പാല്. അപ്പം നമുക്ക് വേണ്ട എല്ലാം തരുന്നത്, നമുക്ക് വേണ്ടതെന്ന് ശരീരത്തിന് വേണ്ട. നേരെ കുറച്ച് മാങ്ങ തിന്നിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. മാങ്ങയിൽ ചില സാധനങ്ങളുണ്ട്, പക്ഷെ ചിലതൊന്നും ഇല്ല. അരി മാത്രം തിന്നാലും ജീവിക്കാൻ പറ്റില്ല, രോഗം വരും.
കാരണം എന്തുകൊണ്ട് വൈറ്റമിൻ എല്ലാം വേണം. എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരുമാതിരിയുള്ള ഭക്ഷണമാണ് പശുവിൻ പാല്. അതുകൊണ്ടാണ് പശുവിനെ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസിൽ വേദം പറയുന്നത്. അതേപോലെ നമുക്ക് വേണ്ട എല്ലാം നൽകുന്ന വേറൊരു സംഗതിയാണ് ഇലക്ട്രോൺ. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇലക്ട്രോണിൽ നിന്നാണ്. ഈ പാല് പോലും ഇലക്ട്രോണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം പശുവിനെ പറയുന്നത് പോലെ ഇലക്ട്രോണിനെയും പശു എന്ന് പറയും. കാമധേനു എല്ലാം തരുന്നത് അത് ഇലക്ട്രോൺ. അതുപോലെ ഭൂമിയെയും പശു എന്ന് പറയും. നമുക്ക് വേണ്ട എല്ലാം കിട്ടുന്ന എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ട് ഭൂമിയെയും പശുവെ എന്ന് പറയും. ഛന്ദസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇതിൽ പശുവിനെ പറ്റിയാണോ പറയുന്ന, ഇലക്ട്രോണിനെ പറ്റിയാണോ പറയുന്ന, അല്ല ഭൂമിയെ പറ്റിയാണോ പറയുന്നതെന്നല്ല മനസ്സിലാക്കാനാണ് ഛന്ദസ്സുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൽ നിന്നും ആദ്യം വന്നത് കാമധേനുവാണ്, ഇലക്ട്രോണുകളാണ്. 2, അഗ്നിഹോത്രത്തിനുള്ള സാമഗ്രികളെ ഉൽപ്പാദിപ്പിക്കുന്ന അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ അഗ്നി ഉപയോഗിച്ചിട്ടാണ്, പിന്നെ പ്രപഞ്ചത്തിലുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണല്ലോ എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള ഉണ്ടാക്കേണ്ടത്. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ അഗ്നി ഉപയോഗിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാം പ്രപഞ്ചത്തിൽ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടുന്ന എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ആ കാമധേനുവിനെ ഇപ്പം എല്ലാ പ്രപഞ്ചത്തിലും അഗ്നി ഉപയോഗിച്ചിട്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടിക്കാൻ പോകുന്നോ അതെല്ലാം ഏതിൽ നിന്നാണ് കിട്ടുക? ഈ കാമധേനുവിൽ നിന്നാണ്, ഇലക്ട്രോണിൽ നിന്നാണ്. വേദവിത്തുകളായ മഹർഷിമാർ. അപ്പം വേദവിത്തുകളായ മഹർഷിമാർ, അപ്പം മഹർഷിമാര് മനസ്സിലാക്കിയ സത്യമാണ്. അവരാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിന് പശു എന്ന പേര്, അല്ലെങ്കിൽ കാമധേനു എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വേദവിത്തുകളായ മഹർഷിമാർ ബ്രഹ്മലോക പ്രാപ്തിക്കുള്ള യജ്ഞകർമ്മത്തിന് പരിശുദ്ധ ഹവിസ് ലഭിക്കാൻ വേണ്ടി അതിനെ സ്വീകരിച്ചു. ഋഷികളാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്. അത് ജ്ഞാനമുള്ള വേദത്തിലെ ഋഷികളിൽ സയൻസ് പഠിക്കുന്ന, കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്. കെമിസ്ട്രി പഠിക്കുന്നവര് പഠിക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇലക്ട്രോണിൽ നിന്നാണ് തുടങ്ങുക. ആറ്റത്തെ തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ ഇലക്ട്രോണിനെയാണ് തുടങ്ങുക. അതിലൂടെയാണ് വേദങ്ങൾ, സയൻസുകളുടെ എല്ലാം തുടക്കം. അതുകൊണ്ട് ഈ ജ്ഞാനമെല്ലാം കൈമാറുന്നത് ആരാണ്? ഋഷികളാണ്. അപ്പോൾ ഋഷികളാണ് കാമധേനുവിനെ സ്വീകരിച്ചത്. കാരണം ശാസ്ത്രത്തിൻ്റെ തുടക്കം ഈ കാമധേനുവിൽ നിന്നാണ്, ഇലക്ട്രോണിൽ നിന്നാണ്. ഇനി 3 പറയുന്നു, അതിനുശേഷം ഉച്ചശ്രവസ് എന്ന ചന്ദ്രബിംബം പോലെ വെളുത്ത കുതിര പോലെ ശോഭിക്കുന്ന വെളുത്ത കുതിര ഉത്ഭവിച്ചു. കുതിര എന്ന് പറയുന്നത് ഊർജമാണ്, എനർജിയാണ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. വേദങ്ങളെല്ലാം എടുക്കുമ്പോൾ കുതിര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഊർജത്തെ, ബലത്തെ എല്ലാം കാണണം. ഹോസ് പവർ. അപ്പോൾ ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നുണ്ടാകുന്നുണ്ട്, ബലങ്ങൾ, ഊർജം അല്ലെങ്കിൽ ബലങ്ങൾ പ്രകടമാകുന്നുണ്ട്. ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ പിന്നെ ആകർഷണ ബലം, മറ്റുള്ള ബലമെല്ലാം വരും. ഇലക്ട്രോൺ ചലിക്കുമ്പോൾ അതിൽ നിന്നുള്ള ബലങ്ങൾ, ഇലക്ട്രോണിൽ നിന്നാണ് എല്ലാ ബലങ്ങളും എല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൂടെ പിന്നെ ഉത്ഭവിച്ചത് ബലമാണ്. അത് വെളുത്ത കുതിര മാതിരിയാണ്. അത് പ്രകാശരൂപത്തിലും പ്രകാശിക്കും. ബലങ്ങളിലൂടെയാണ് പിന്നെ പ്രകാശോർജമെല്ലാമായിട്ട് മാറുന്നത്. അപ്പോൾ ഊർജവും പുറത്തു വന്നു. അത് മഹാബലി ആഗ്രഹിച്ചു.
ഇനി മൂന്ന് കഴിഞ്ഞു 4. അതിനുശേഷം ഐരാവതം എന്ന ഗജവീരൻ പരമശിവന്റെ മാമലയുടെ മഹിമയെ ഉയർത്തിക്കൊണ്ട് ഐരാവതം എന്ന ഗജവീരൻ ഏതിന് സമാനമാണ്? പരമശിവന്റെ വെള്ളിമാമല എന്ന അതിൻ്റെ ആ മലയുടെ മഹിമയെ ഉയർത്തിക്കൊണ്ട് പുറത്തു വന്നു എന്നാണ്. അതായത് ഐരാവതം എന്ന ആനയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നുണ്ടെങ്കിലും അതിനെ പരമശിവൻ ഇരിക്കുന്ന ആ മലയുടെ രൂപത്തിൽ കാണണം. പരമശിവൻ എന്ന് പറയുന്നത് രുദ്രനാണ്. രുദ്രൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഇരിക്കുന്നത് ഏതാണ്? ഒരു പർവ്വതത്തിന്റെ മേലെയാണ് ശിവൻ ഇരിക്കുന്നത്. ന്യൂക്ലിയസും ഒരു പർവ്വതത്തിന് സമാനമാണ്. ഇപ്പൊ ഇലക്ട്രോണും കണങ്ങളാണ് ഉണ്ടാക്കിയത്. കണങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസ് ആണ് വലുത്. അതൊരു പർവ്വത സമാനമാണ്. അപ്പൊ ശിവന്റെ പർവ്വത സമാനമായിട്ടുള്ള ഐരാവതമായിട്ട് ആനരൂപത്തിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാനയുടെ രൂപത്തിൽ, ഏകദേശം ഒരാനയുടെ ഷേപ്പിൽ, ഒരു പർവ്വത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സാധനം എന്തായിരിക്കും? ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകേണ്ടത് ന്യൂക്ലിയസ് ആണ്. ഒരാറ്റത്തിലെ സെൻട്രൽ കിടക്കുന്ന വലിയ പർവ്വത സമാനമായ ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയ പർവ്വതമാണ്. അത് ശിവന്റെ കേന്ദ്രമാണ്. അവിടെയാണ് ആറ്റത്തിലാണ്, ന്യൂക്ലിയസിലാണ് ശിവനെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഉണ്ടായത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ എന്തെല്ലാം ഉണ്ടായി? ഊർജമുണ്ടായിട്ടുണ്ട്, ഇലക്ട്രോൺ ഉണ്ടായിട്ടുണ്ട്, ന്യൂക്ലിയസ് ഉണ്ടായിട്ടുണ്ട്. ന്യൂക്ലിയസും ഇലക്ട്രോണും കൂടിച്ചേർന്നാൽ പിന്നെ ഉണ്ടാകുന്ന സാധനം എന്താണ്? ആറ്റമാണ്. ആറ്റങ്ങളിൽപ്പെട്ടതാണ് രത്നങ്ങളെല്ലാം. സ്വർണമെല്ലാം ആറ്റമാണ്. സിൽവർ ആറ്റമാണ്, വെള്ളി ആറ്റമാണ്. അപ്പോൾ എന്താണ് വന്നത് നോക്കാം. 5 കൗസ്തുഭരത്നം പിന്നെ ഉണ്ടായി. രത്നമാണ് ഉണ്ടായത്. കസ്തുഭരത്നം എന്ന് പറയുമ്പോൾ ഇവിടെ ആറ്റങ്ങൾ, അതിലൂടെ ആറ്റങ്ങൾ ഉണ്ടായി. മഹാവിഷ്ണു തൻ്റെ മാരടത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിഷ്ടപ്പെട്ടു. ഇനി 6 പിന്നെ ഉണ്ടായത് പാരിജാത വൃക്ഷം ഉണ്ടായി. പാരിജാത വൃക്ഷം എന്ന് പറയുമ്പോൾ പാരിജാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പാരിജാതം എന്നത് അതിൻ്റെ മണമാണ്. ഇപ്പോൾ പാരിജാത വൃക്ഷമുണ്ടായി. അതാണെങ്കിൽ അഭിഷ്ട വസ്തുക്കളാൽ ഏത് കാലത്തും പൂർണ്ണ കാമന്മാരായിത്തീരുന്നു. ആ ആറ്റങ്ങളിൽ കൂടിച്ചേർന്നുകൊണ്ട് വൃക്ഷ സമാനമായിട്ട് ആറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കൂടിച്ചേർന്നിട്ട് പ്രപഞ്ചത്തിലുള്ള അത്യാവശ്യം വേണ്ട എല്ലാ വസ്തുക്കളും ഉണ്ടായി. ആറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആറ്റത്തിന് അതേപോലെ നിൽക്കില്ല. അതിൽ നിൽക്കുന്ന ആറ്റങ്ങളാണ് നേരത്തെ പറഞ്ഞ കൗസ്തുഭരത്നം എന്ന് പറയുന്നത്. ഇപ്പം സിൽവർ, ഗോൾഡ് എല്ലാം ആറ്റത്തിന് അതേപോലെ നിൽക്കാം, കൂടിച്ചേരേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലെല്ലാം കൂടിച്ചേർന്നേ പറ്റൂ. അതാണ് പാരിജാത വൃക്ഷം പോലെ പടർന്ന് യോജിച്ചിട്ട് ഒരു വൃക്ഷ സമാനം മാതിരി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടാകാൻ തുടങ്ങി. ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ വേണമെങ്കിൽ ചെടി അടക്കം, ചെടി വളരുന്നത് പോലെ വളരാൻ തുടങ്ങും. ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് മാല മാതിരിയുള്ള പല വസ്തുക്കളുമായിട്ട് മാറും ഈ പ്രപഞ്ചത്തിൽ. കാരണം ആറ്റത്തിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. ഒറ്റക്ക് നിൽക്കുന്നത് രത്നം മാത്രമാണ്. അത് പറഞ്ഞു കഴിഞ്ഞു. സ്വർണം, വെള്ളി ഇതെല്ലാം ഒറ്റക്ക് നിൽക്കാം.
വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാം കൂടിച്ചേർന്ന് മാല പോലെ വൃക്ഷങ്ങൾ പടരുന്ന വൃക്ഷം, അതാണ് പാരിജാത വൃക്ഷം പോലെ ഇതെല്ലാം പലതും കൂടിച്ചേർന്ന് ചെയിന് മാതിരിയുള്ള വസ്തുക്കളെല്ലാമായിട്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാമായിട്ട് അതങ്ങ് മാറി. അതേസമയം തന്നെ അത്തരം വസ്തുക്കളെല്ലാം ഉണ്ടാകുമ്പോൾ ആറ്റങ്ങളാണ് മറ്റേതായിട്ട് മാറുന്നത്. അപ്പം ഭയങ്കര സുഗന്ധവും ആ സമയത്ത് ലോകം മുഴുവൻ പരക്കും. അതാണ് പാരിജാത പുഷ്പത്തിൻ്റെ സ്മെല്ലും എല്ലാം പ്രധാനമാണ്. അങ്ങനെ ഒരു ഘട്ടമായിരുന്നു അത്. അപ്പോഴാണ് പ്രപഞ്ചത്തിൽ ഇപ്പോൾ ആറ്റങ്ങൾ ഉണ്ടായി. ആറ്റം വരെയുള്ളത് അൺസ്റ്റേബിൾ കണ്ടീഷനാണ്. ആറ്റം തന്മാത്രകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വസ്തുക്കളും ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് എന്തെല്ലാം വേണ്ട അതെല്ലാം അങ്ങ് ആയി മാറും. ചിലപ്പോൾ മരം തന്നെയായിട്ട് മാറിയെന്ന് വരും, മരത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ പുരുഷനിൽ നിന്നും എന്തുണ്ടായി? പ്രകൃതി. പിന്നെ ഇത് ചേർന്നിട്ടാണ് ഇനി പ്രകൃതിയായിട്ട് രൂപാന്തരം പ്രാപിക്കേണ്ടത്. പിന്നെ എല്ലാ വസ്തുക്കളായിട്ട് രൂപാന്തരം പ്രാപിച്ചാൽ മതി. അപ്പോൾ അതോടുകൂടിയാണ് പ്രകൃതിയുടെ തുടക്കം. പ്രകൃതി എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റേബിളായ വസ്തുക്കളെ കൊണ്ട്, അതായത് തന്മാത്രകളെ കൊണ്ട്. അതുവരെ ആറ്റങ്ങളായിരുന്നു, അതൊന്നും സ്റ്റേബിളല്ല. സ്റ്റേബിളായ വസ്തുക്കൾ ആറ്റങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന വസ്തുക്കളാണ്. അപ്പോഴാണ് അത് പ്രകൃതിയായി മാറുന്നത്. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായെന്ന് നോക്കാം. അനന്തരം സുദാമ പർവ്വതത്തിൻ്റെ സ്ഫടിക സമാനമായ ശിഖിരങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന തൂമെന്നൽ എന്ന പോലെ സമ്പത്തിൻ്റെ ദേവത ലക്ഷ്മി ദേവി ആവിർഭവിച്ചു. അവിടെ നിന്നാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് സൗഭാഗ്യം. വിഷ്ണുവാണ് സൃഷ്ടിക്ക് തുടക്കം കുറിച്ചെങ്കിലും സൗഭാഗ്യം പ്രകൃതി, വിഷ്ണുവിൻ്റെ പ്രകൃതി സൗഭാഗ്യമാണ് ലക്ഷ്മി. ലക്ഷ്മി ആവിർഭവിച്ചു. പ്രപഞ്ചത്തിൻ്റെ ദേവി ആവിർഭവിച്ചു. എല്ലാ ഐശ്വര്യങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്നതിൻ്റെ അധിപതിയായ ലക്ഷ്മി ഉണ്ടായി. ഇനി ഇവിടെ ഉണ്ടാകുന്ന വസ്തുക്കളെല്ലാം പറഞ്ഞിട്ട് അത് ലക്ഷ്മി ദേവിക്ക് കൊടുക്കുന്നതായിട്ട്, അതായത് ആ ദേവിക്ക് പ്രകൃതിക്ക് സംഭാവനയായിട്ട് പ്രകൃതിക്ക് കൊടുക്കുകയാണ് ഇനിയുള്ളത്. അത് എങ്ങനെയാണ് വിവരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മി ദേവിക്ക് ആദരവായിട്ട് ഓരോ ആളും കൊണ്ട് കൊടുക്കുകയാണ് പ്രകൃതിക്ക്. ആരെല്ലാം എന്തെല്ലാം കൊടുത്തതെന്ന് നോക്കാം. 9. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാവരും സൗന്ദര്യം, ഔദാര്യം, യൗവനപ്രിയം, നിറം എന്നിവയാൽ ആകൃഷ്ടരായി അഭിലാഷം പ്രകടിപ്പിച്ചു. ഈ പ്രകൃതിയോടാണ്, അങ്ങനെയുണ്ടായ പ്രകൃതിയോട് ആർക്കെല്ലാം അഭിലാഷമുണ്ട്? ദേവന്മാർക്കുണ്ട്, അസുരന്മാർക്കുണ്ട്, മനുഷ്യർക്കടക്കം ഉണ്ട്. മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ലേ, എന്നാലും എല്ലാവർക്കും ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറയുകയാണ് ഈ ലക്ഷ്മി ദേവി. അതായത് ഈ പ്രകൃതി സുന്ദരമായ, അതായത് പുരുഷനിൽ നിന്നും പ്രകൃതി രൂപം കൊണ്ടു. 10. ദേവേന്ദ്രൻ വലിയ വിചിത്രമായ ഇരിപ്പിടം ദേവിക്കായി കൊണ്ടുവന്നു. മഹാനദികൾ പൊൻകലശങ്ങളിൽ ജലവും കൊണ്ടുവന്നു. അപ്പോൾ ദേവേന്ദ്രൻ പോയിട്ട് ലക്ഷ്മിക്കൊരു ഇരിപ്പിടം. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൻ്റെ ഇരിപ്പിടമാണ്, പ്രകൃതിയുടെ ഇരിപ്പിടമാണ് ആര്? ലക്ഷ്മി ദേവി. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് ലക്ഷ്മി ദേവി. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു ഇരിപ്പിടം കൊണ്ട് കൊടുത്തു. മഹാനദികൾ പൊൻകലശത്തിൽ ജലവും കൊണ്ട് കൊടുത്തു. പൊന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, പൊന്നുണ്ടായല്ലോ, രത്നങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞല്ലോ, അതിൽ ജലവും കൊണ്ട് കൊടുത്തു. പിന്നെയുണ്ടായ പ്രധാനപ്പെട്ട ആദ്യം സൃഷ്ടിയുടെ സമയത്ത് ഉണ്ടായ വസ്തു ജലമാണ്. ആ ജലം ദേവിക്ക് കൊടുത്തു. അതാണ് ജലം. കാരണം പ്രകൃതിയിൽ ആദ്യം ഉണ്ടായ വസ്തു ജലമാണ്. രത്നങ്ങളുണ്ടായി, ഒരു സംയുക്തമായിട്ടുണ്ടാകുന്ന, അത് ആറ്റങ്ങളാണല്ലോ. രത്നം, സിൽവർ, ഗോൾഡ് എന്നെല്ലാം പറയുന്നത് ആറ്റങ്ങളാണ്. പക്ഷേ രണ്ട് വ്യത്യസ്തമായ ആറ്റങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്നതിൽ ആദ്യം കൊടുത്തത് ജലമാണ്. അത് ദേവിക്ക് കൊടുത്തു.
പിന്നെ 11 ഭൂമിദേവി അഭിഷേകത്തിനുള്ള വനസ്പതികളെയും പഞ്ചഗവ്യങ്ങളെയും ഋതുക്കളിലുണ്ടാകുന്ന പുഷ്പഫലങ്ങളും കൊണ്ടുവന്നു. ഭൂമിദേവി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുകൊടുത്തു. അതായത് പല വസ്തുക്കൾ ഭൂമി, ഇതിൽ നിന്നാണ് ഭൂമിയെല്ലാം ഉണ്ടായ. ഭൂമി പിന്നെ ഉണ്ടാകുന്ന വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഗോളങ്ങളെല്ലാം ആയിട്ട് മാറുന്നത്. ആ ഭൂമിദേവി എന്ത് ചെയ്തു? അവർക്ക് വേണ്ട ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെല്ലാം പിന്നെ ജനറലായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവിക്കങ്ങ് കൊടുക്കുകയാണ്. അതിന് ശേഷം ഉണ്ടായ വസ്തുക്കൾ, ആറ്റങ്ങളുണ്ടായി പിന്നെ ഉണ്ടാകുന്ന എല്ലാം കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ദേവിക്ക് കൊടുക്കുകയാണ്. അത് ഓരോ ആൾ കൊടുക്കുന്നതായിട്ട് പറയുകയാണ്. അപ്പോൾ 12 പറയാണ്, ഋഷിമാർ വഴിയാം വണ്ണം അഭിഷേകക്രിയ ചെയ്തു. അവൾ അഭിഷേകം ചെയ്തു. കാരണം ഇതിൻ്റെ എല്ലാം ഉടമസ്ഥയായിട്ട് ഋഷികൾ, വേദ ഋഷികൾ അവരെ അഭിഷേകം. കാരണം ഇതെല്ലാം എഴുതിപ്പിടിപ്പിച്ച ആരാണ്? ഋഷികളാണ്. ഇതെല്ലാം കഥരൂപത്തിലടിച്ച് ഈ ലക്ഷ്മി ദേവീനെ വരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഋഷികളാണ്. അപ്പോൾ അന്ന് ഋഷികളുണ്ടോ എന്നൊന്നും ചോദിക്കുന്നതിന് കാര്യമില്ല. ഈ ഋഷികളാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഋഷിയാണ് ഇവളെ എന്ത് ചെയ്തത്? ലക്ഷ്മി ദേവിയെ അഭിഷേകം ചെയ്തു. ഗന്ധർവന്മാർ മംഗളഗീതം പാടി, നർത്തകികൾ നൃത്തം വെച്ചു. ഗന്ധർവന്മാരെല്ലാം ബലങ്ങളാണ്. ഇനി 13 മേഘങ്ങൾ കോലാഹല ധ്വനിയെല്ലാം മുഴക്കി. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പല ശബ്ദങ്ങൾ നമുക്കറിയാലോ. ഒരു ടെസ്റ്റ് ട്യൂബിലെ കെമിസ്ട്രിയിലോട്ട് നടക്കുമ്പോൾ പൊട്ടിത്തെറിയ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്ന മാതിരി അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? മേഘങ്ങൾ ജലമുണ്ടായി ഉണ്ടല്ലോ, ബാഷ്പീകരിച്ച് മേഘങ്ങളെല്ലാം ആവുമല്ലോ. വെള്ളമല്ലേ ആദ്യം ഉണ്ടായ. അതിലെ മദ്ദളം, ഇടക്ക, തബല, പെരുമ്പറ എന്നിവയെല്ലാം മുഴക്കിന്ന് കഥയിലാവുമ്പോൾ അങ്ങനെ വെച്ച് കാച്ചു. ഇനി 14 പിന്നെ ലക്ഷ്മി ദേവിയെ ബ്രാഹ്മണരാൽ വേദമന്ത്രങ്ങൾ കൊണ്ട് സഹിതം പൂർണ്ണ കുംഭം കൊണ്ട് അഭിഷേകം ചെയ്തു. പിന്നെ ബ്രാഹ്മണர்கள் വന്നിട്ട് പൂർണ്ണ കുംഭം വെച്ച് ദേവിയെ അഭിഷേകം ചെയ്തു. അപ്പം ഇതെല്ലാം ബ്രാഹ്മണരൊന്നും അന്ന് ഉണ്ടായിട്ടൊന്നുമില്ല. കഥയിൽ പറയുമ്പോൾ ഇങ്ങനെയെല്ലാം പറയണ്ട്. ആളായിട്ട് അവതരിപ്പിക്കുന്ന ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കഥയിൽ അങ്ങനെ പറയുന്നതായിട്ട് കണ്ടാൽ മതി. എന്നിട്ടോ 15 സമുദ്ര രാജാവ് മഞ്ഞപ്പട്ട് കൊണ്ടുള്ള 2 വിശിഷ്ട വസ്ത്രങ്ങൾ സമ്മാനിച്ചു. ഇവിടെ ഇനി പ്രപഞ്ചമുണ്ടായപ്പോൾ ആറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടി ചേർന്നിട്ട് പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ ഉണ്ടായ വസ്തുക്കളെല്ലാം ഓരോന്നായിട്ട് പല രൂപത്തിൽ ദേവിക്ക് ആഭരണങ്ങളായിട്ടെല്ലാം കൊടുക്കുന്ന മാതിരി പറയുന്നതായിട്ട് ഇനി കണ്ടാൽ മതി. അതായത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചം ഇങ്ങനെ പാലാഴി മദനത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ലക്ഷ്മി ദേവിയാണെന്നുള്ള നിലയിൽ കണ്ടാൽ മതി. അപ്പം വരുണൻ വൈജയന്തിമാല നൽകി. 16 പറയുകയാണ്, വിശ്വകർമാവ് പലതരം ആഭരണങ്ങൾ നൽകി. സ്വർണവും വെള്ളി എല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. സരസ്വതി ദേവി മുത്തുമാലയും പിന്നെ ബ്രഹ്മാവ് ലീലാകമലവും, നാഗദേവന്മാര് കർണത്തിലുള്ള ഭൂഷണ ആഭരണങ്ങളെല്ലാം നൽകി. പിന്നെ 17 പറയാണ്, ലക്ഷ്മി ദേവി വണ്ടുകളാൽ മുരണ്ടുകൊണ്ടിരിക്കുന്ന താമര പൂമാല കരത്തിലെടുത്ത്, കരത്തിൽ വണ്ടുകൾ മൂടിക്കൊണ്ടിരിക്കുന്ന താമര പൂമാല കരത്തിലെടുത്ത് സുന്ദരമായ കവിൾത്തടത്തിൽ ഒളിഞ്ഞു വീശുന്ന കുണ്ടലങ്ങളോട് കൂടിയ ലജ്ജ സഹിതയായിട്ട് അവളെ ലജ്ജയോടുകൂടി തൂമന്ദസ്മൃതത്തോടും കൂടി അങ്ങനെ മന്ദമന്ദം അങ്ങനെ നടന്നു നീങ്ങി. ആര്? ലക്ഷ്മി ദേവി. പിന്നെ ലക്ഷ്മി ദേവീൻ്റെ വർണ്ണനയാണ്. ഇതൊന്നും ആളായിട്ടൊന്നും കാണരുത്, കവിഭാവനയിൽ വെച്ച് കാച്ചുന്നതാണ്. 18 ആ ദേവി
ഒന്നിനോടൊന്ന് ചേർച്ചയുള്ള ചന്ദനവും കുങ്കുമവും കൊണ്ട് അലങ്കരിച്ച ഇണകളും അവളെ വർണ്ണനയാണ്. അതും ചുമന്നുകൊണ്ടാണ് നടന്നതെന്നാണ് പറയുന്നത്. 2 എണ്ണം ഒന്നിനോടൊന്ന് നല്ല ചേർച്ചയുള്ള ചുമന്നുകൊണ്ട് കാൽ ചിലങ്കകൾ ധ്വനിപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസി. അത് പിന്നെ അവൾ സുന്ദരിയായിട്ടുള്ള ഈ ഭൂമിയെ, പ്രപഞ്ച സുന്ദരമായ ഈ ലോകത്തെയാണ്, ഈ പാലാഴ് മദനത്തിലൂടെ ഉണ്ടായുള്ള സുന്ദരമായ ലോകത്തെയാണ് ഒരു സുന്ദരിയായിട്ട് കവിഭാവനയിൽ വർണ്ണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ലക്ഷ്മി ദേവി വേണം നമ്മൾ വിഷ്ണുവിനെ സ്വീകരിക്കണം. പിന്നെ കഥ എങ്ങനെ പോകണമല്ലോ. അപ്പോൾ ഇവിടെ നല്ല സുന്ദരിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം വേണ്ടേ. പിന്നെ 19 ഗന്ധർവന്മാർ, യക്ഷന്മാർ, അപ്സരസ്സുകൾ, പിന്നെ സിദ്ധന്മാർ, ചാരണന്മാർ, ദേവന്മാർ എന്നിവരുടെ ഇടയിൽ ഇവരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ലക്ഷ്മി ദേവിന്റെ നോട്ടം ഇവരെയൊന്നും തീരെ പിടിക്കില്ല കണ്ണിൽ. ഇവരെല്ലാം അവിടെ ഇരിക്കുകയാണ്. സിദ്ധന്മാരും എല്ലാം അവിടെ ഉണ്ട് ഇഷ്ടംമാതിരി. പക്ഷേ ഇവരുടെ ഒന്നും ഇടയിൽ സൽഗുണങ്ങളോടുകൂടിയ നിത്യനൂതനായ ഒരുവനെ തനിക്ക് ആശ്രയമായിട്ട് അവിടെയെല്ലാം തെരഞ്ഞു നോക്കിയിട്ടും കണ്ടെത്താനായില്ല. എല്ലാ ഗുണങ്ങളും ചേർന്ന നിത്യനൂതനായ ഒരുവനെ തനിക്കൊരാശ്രയമായിട്ട്, ഒരു കൂട്ടായിട്ട് വേണമെന്ന് കണ്ടുകൊണ്ട് ഇവരുടെ അടക്കെല്ലാം തെരഞ്ഞു നോക്കി. ഒന്നിനെയും കാണാൻ പറ്റിയില്ല. അവർക്ക് പറ്റിയൊന്നിനെ ഇഷ്ടപ്പെട്ടില്ല. കുറേ കക്ഷികളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. തപശക്തിയുള്ളവനെ, ഇനി 20 പറയുകയാണ്, തപശക്തിയുള്ളവനെ കോപത്തിൽ പൂർണ്ണ വിജയം ഉണ്ടാകണമെന്നില്ല. നല്ല തപസ് ചെയ്യുന്ന കക്ഷിയാണെന്ന് വെച്ചിട്ട് അവിടെ നല്ല തപസ്സെല്ലാം ചെയ്ത് നല്ല തപസ്സിൽ അഗ്രഗണ്യന്മാരായ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും കോപം നിയന്ത്രിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. കാരണം നമ്മളറിയാലോ, വിശ്വാമിത്ര മഹർഷി ഭയങ്കര തപസ് ചെയ്യുന്ന കക്ഷിയാണ്. പക്ഷേ കോപത്തെ നിയന്ത്രിക്കാൻ അയാൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇതൊന്നും പറ്റില്ല. അങ്ങനത്തെ കക്ഷികളൊന്നും ശരിയാവില്ല. പിന്നെയോ ജ്ഞാനമുള്ളവന്, നല്ല ബുദ്ധിയുള്ളവന് ധനത്തിലും മാനാഭിമാനങ്ങളിലും ഒന്നും ആസക്തി ഇല്ലാതെ വരില്ല. അപ്പം നല്ല ജ്ഞാനമുണ്ട്, പക്ഷെ അവൻ്റെ കൂടെ എന്തുണ്ടാവും? ധനത്തോടുള്ള ആർത്തി, ഞാനെന്ന അഭിമാനമല്ല അവരെ കൂടി ഉണ്ടാവും. അത് കൊള്ളില്ല. പിന്നെയോ മഹിമയുള്ള വ്യക്തികളുണ്ടാവും, നല്ല മഹാന്മാരായ വ്യക്തികളുണ്ടാവും. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കാമവികാരങ്ങൾക്ക് കീഴടക്കാൻ കഴിവുള്ളവരായിരിക്കും. അവർ കാമത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവരാണ്. നല്ല മഹാന്മാരാണ്. പക്ഷെ കാമത്തിൻ്റെ കാര്യം വരുമ്പോൾ അവരെല്ലാം പിന്നോട്ടേക്ക് അടിക്കും. മറ്റൊരാളെ ആശ്രയിക്കുന്ന ഇന്ദ്രൻ, പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കക്ഷി, വിശേഷ വ്യക്തി. വേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാരാണ്? ഇന്ദ്രൻ. പക്ഷെ ഇന്ദ്രൻ വിശേഷ വ്യക്തിയാണ്. എല്ലാ കർമ്മവും ഇന്ദ്രനുണ്ടെങ്കിലേ നടക്കുള്ളൂ. പക്ഷെ എന്താണ് കുഴപ്പം? മറ്റാളെ ആശ്രയിക്കണം. എപ്പോഴും വിഷ്ണുവിൻ്റെ പിന്നാലെ നടന്നാലേ അങ്ങേരെ കാര്യം നടക്കുള്ളൂ. ഒറ്റക്ക് പറ്റൂല. എല്ലാ കാര്യവും ഒരുമാതിരിയല്ല സാധിക്കും. അവസാനം തോക്കുമ്പോൾ ഓടിപ്പിടിച്ചിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പോകും. അപ്പം പിന്നെ അങ്ങനെയുള്ളവരെങ്ങനെ ത്രിലോകനാഥനാവുന്നതിന്? അപ്പം ഇന്ദ്രനെയും കൊള്ളൂല്ല. ഇനി 21. ഇനി ധർമ്മബോധമുള്ളവനാണെങ്കിൽ, നല്ല ധർമ്മത്തെപ്പറ്റി ബോധ്യമുള്ളവനാണെങ്കിൽ അനുകമ്പ ഉണ്ടാകണമെന്നില്ല. നല്ല ധർമ്മബോധമുണ്ട്, പക്ഷെ തീരെ അനുകമ്പയില്ലാത്ത ഒരു കക്ഷിയാണ്. ത്യാഗബുദ്ധിയുള്ളതിന് മോക്ഷത്തിനുള്ള പോംവഴി ഉണ്ടാകണമെന്നില്ല. നല്ല ത്യാഗം സഹിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ മോക്ഷമാർഗത്തെപ്പറ്റി അങ്ങേർക്ക് വലിയ വിവരമൊന്നുമില്ല.
ശൗര്യമുള്ളവൻ, നല്ല ശൗര്യമുള്ള വ്യക്തിയാണെങ്കിലും കാലഗതിയെ ജയിച്ചവനാകണമെന്നില്ല. കാലത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും അവന് പറ്റുള്ള. 22 ദീർഘായുസുള്ളവനോട്, നല്ല ദീർഘായുസുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്ത്രീകളോട് അങ്ങനെ സ്ത്രീകളോട് ഇണങ്ങിച്ചേരാനുള്ള ആ ഒരു സ്വഭാവം തീരെ ഉണ്ടാകില്ല. മറിച്ചു ദീർഘായുസ് കുറഞ്ഞവന് സ്ത്രീകളോടുള്ള ഇണക്കം സ്ത്രീകളുടെ ഇണക്കം നല്ല സ്ത്രീകളുമായിട്ടുള്ള ഇണക്കമുള്ളവനാണെങ്കിൽ പക്ഷെ ആയുസ് കുറച്ച് കുറവായിരിക്കും. ഇനി ഇത് രണ്ടും ഉണ്ടായാൽ ദീർഘായുസ് കൊണ്ട് സ്ത്രീകളിൽ ഇണക്കവും ഉള്ളവനാണെങ്കിൽ അശുഭ ചേഷ്ടകളായിരിക്കും. അവരുടെ ചേഷ്ടകളൊന്നും ശരിയായിരിക്കില്ല, അശുഭ ചേഷ്ടകളോട് കൂടിയവനായിരിക്കും. ഒരാൾ മാത്രം ശുഭലക്ഷണ സമ്പന്നനാണ്. പക്ഷെ ഒരാൾ മാത്രം ഉണ്ട് നല്ല ശുഭലക്ഷണ സമ്പന്നനായത്, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? ഈ ശ്രീഹരി. പക്ഷേ എന്നെ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങോട്ടേ ആഗ്രഹമുള്ളൂ, എന്നെ ഇങ്ങോട്ട് വലിയ ആഗ്രഹമൊന്നും ഇല്ലാതെ ലക്ഷ്മി ദേവി പറയുന്നു. എല്ലാം തികഞ്ഞ വ്യക്തിയാണ് ആര്? ആ കക്ഷി വിഷ്ണു. പേര് പറയില്ല, കാരണം അങ്ങനെയാണല്ലോ, പേര് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ മാത്രമുണ്ട് നല്ല ലക്ഷണമൊക്കെ എല്ലാ ഗുണങ്ങളും തേച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ഇങ്ങോട്ട് ആഗ്രഹമില്ല. എല്ലാം തേച്ചെന്താണ്ട് ഇങ്ങോട്ട് ആഗ്രഹം വേണ്ടേ? ഇനി 23 ഇപ്രകാരം ചിന്തിച്ച ലക്ഷ്മി ദേവി തന്നെ കാക്ഷിക്കാത്തവനാണെങ്കിലും, ലക്ഷ്മിക്ക് അദ്ദേഹത്തിന് തന്നെ കാംക്ഷയൊന്നും ഇല്ലെങ്കിലും ഉത്തമ ഗുണവും സ്വാശ്രയത്വവും പ്രകൃതി ഗുണങ്ങൾക്കധീനനായി അണിമാദികളായ സർവ ഐശ്വര്യങ്ങളിൽ കാംക്ഷിക്കുന്ന ശ്രീഹരിയെ ആഗ്രഹത്തിനൊത്ത ഒരു വരനായിട്ട് കണ്ടിട്ട് വരിച്ചു. അങ്ങേർക്ക് ഇങ്ങോട്ട് വലിയ ഇഷ്ടമില്ലെങ്കിലും അങ്ങേരെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടല്ല. അതുകൊണ്ട് ഇവള്, അതായത് പ്രകൃതി ആ പുരുഷനെയാണ് വരിച്ചു എന്നർത്ഥം. അദ്ദേഹത്തിന് വലിയ വിചാരങ്ങളൊന്നും ഇങ്ങോട്ടൊന്നുമില്ല. എന്നാലും പ്രകൃതി ഭൗതികമാണ്. ഭൗതികത്തിലുള്ളവർക്ക് അങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവുമല്ലോ ഭൗതികത്തിൽ. പക്ഷേ ശ്രീഹരി ഭൗതികമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കുറച്ച് കമ്മിയാണ്. 24 പറയുകയാണ്, ശ്രീഹരിയുടെ തോളത്ത് കമനീയമായ പുത്തൻ ചെന്താമര പൂമാല അർപ്പിച്ചിട്ട് താൻ കുടികൊള്ളേണ്ട സ്ഥാനമായ അവിടുത്തെ തിരുമാറിലേക്ക് സഹിതമായ മന്ദഹാസത്താൽ വികസിക്കുന്ന കണ്ണുകളോട് ചേർന്നവൾ തൽസമീപത്തിൽ നിന്നു. അവള് മാല അർപ്പിച്ചിട്ട് ആ മാറലാണ് അവർക്കുള്ള സ്ഥാനം സമീപത്ത് നിന്നു എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തിയല്ല, നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. പുരുഷനും പ്രകൃതിയും. പുരുഷന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ മാറിടത്തിൽ എന്ന് പറയും. അതോട് ചേർന്നുകൊണ്ടാണ് പ്രകൃതിയുടെ നിൽപ്പ്. അപ്പം ഈ പ്രകൃതി, ഈ പ്രപഞ്ചം നിൽക്കുന്നത് അതിൻ്റെ പ്രേരക, ആ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയായ, അവിടെ പേര് കൊടുത്തിരിക്കുന്ന ആ ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഇനി 27 3 ലോകത്തിനും പിതാവായ ഭഗവാൻ. അപ്പം ഭഗവാൻ ഇപ്പോൾ എന്താണ്? 3 ലോകത്തിൻ്റെയും പിതാവാണ്. ആ പ്രേരക ശക്തിയിലൂടെയാണ് ഈ 3 ലോകങ്ങളും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ 3 ലോകത്തിൻ്റെയും മാതാവായ ശ്രീ ഭഗവതിക്ക്, അപ്പോൾ അവളെന്തായിരിക്കും? ഈ 3 ലോകത്തിൻ്റെയും മാതാവാണ്.
ആ ഭഗവതിക്ക് തൻ്റെ മാറിടത്തെ സുസ്ഥിരമായ നിവാസസ്ഥാനമായി കൽപ്പിക്കും. ആ മാറിടം നമ്മളെ മാറിടത്തിലാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം. അപ്പം ആ കേന്ദ്രം, ആ പ്രേരക ശക്തിയുടെ കേന്ദ്രത്തിലാണ്, ശ്രീഹരി എന്ന ആ ശക്തിവിശേഷത്തിൻ്റെ കേന്ദ്രത്തിലാണ് പ്രകൃതിയുടെ നിൽപ്പ്. അപ്പം പ്രകൃതിയും പുരുഷനും ചേർത്താണ് നിൽക്കുന്നത്. അങ്ങനെ ശ്രീ ഭഗവതി ശ്രീനിവാസന്റെ തിരുമാറിൽ സ്ഥിതയായി. അങ്ങനെ അവൾ ആ മാറിൽ ചേർന്നു. അപ്പം നമ്മൾ കഥയിലൂടെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ആ പ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും പ്രകൃതി ഉണ്ടായി. പ്രകൃതിക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഈ പാലാഴി മദനത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഇലക്ട്രോൺ ഉണ്ടായി, ന്യൂക്ലിയസ് ഉണ്ടായി, എല്ലാം കൂടിയിട്ട് അങ്ങനെ പ്രപഞ്ചമുണ്ടായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രേരക ശക്തിയും പിന്നിലുണ്ട്. നമ്മളെ ഉള്ളിലും ആ ശക്തിയുണ്ട്. ആ ശക്തിയുടെ ചുറ്റുമായിട്ടാണ് നമ്മുടെ പ്രകൃതിയാകുന്ന ഈ ശരീരം നിൽക്കുന്നത്. നമ്മിലും പുരുഷനും പ്രകൃതിയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പോസിറ്റീവ് ശക്തി വിശേഷം, നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷം, അത് ശ്രീഹരി തന്നെയാണ്. അതിലൂടെ ഉണ്ടായതാണ് ഈ ശരീരം. ഇതെന്താണ്? പ്രകൃതി ആണ്. അതുപോലെ പ്രപഞ്ചവും അതുപോലെ തന്നെ. 25 മന്ത്രമാണ്. അപ്പോൾ ശ്രീനിവാസന്റെ തിരുമാറിൽ സ്ഥിതിയായിട്ട് അവൾ പിന്നെ എന്താ ചെയ്യുന്നത്? കരുണാമയമായ കടാക്ഷത്തോടുകൂടി, കരുണയുണ്ട്, ആ സുന്ദരമായ കടാക്ഷത്തോടും കൂടി സ്വന്തം സന്താനങ്ങൾ, ആ ശക്തിയുടെ സന്താനങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാം. സ്വന്തം സന്താനങ്ങളായ ത്രിലോകവാസികളെ, 3 ലോകത്തിലുള്ള, 3 ലോകം കൂടിയതാണ് ഈ പ്രപഞ്ചം. അതിലുള്ള എല്ലാം അവരുടെ സ്വന്തം മക്കളാണ്. അവിടെ ജാതിയും മതവും ഒന്നും തന്നെ ഇല്ല, എല്ലാം അവരുടെ മക്കളാണ്. എന്ന നിലയിൽ 3 ലോകത്തിലുള്ള ലോകവാസികളെ ലോകാധിപന്മാരോടുകൂടി അവരെല്ലാം നിയന്ത്രിക്കുന്ന ശക്തി വിശേഷങ്ങളുമുണ്ട്. ഇന്ദ്രൻ പോലെയുള്ള, വിഷ്ണു, ബ്രഹ്മാവ് എല്ലാം അവരുടെ ശക്തികൾ തന്നെയാണ്. ആ ശക്തികളോടുകൂടി സമൃദ്ധമാക്കി കൊണ്ടുവരുന്നു. അവർക്ക് വേണ്ട എല്ലാ സമൃദ്ധിയും ഈ ലോകത്തിൽ ക്രമത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. 26 ശംഖ്, ഭേരി, മൃദംഗം എന്നീ വാദ്യങ്ങളോടുകൂടി അപ്സരസ്സുകൾ നൃത്തം വെക്കുന്നു. ദേവാനുചരന്മാരുടെ വമ്പിച്ച ശബ്ദ കോലാഹലങ്ങളെ എല്ലാ ഭാഗത്തും നിറയുന്നു. അതായത് അവളെ സ്തുതിക്കുന്നു. അതായത് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാം അവൾക്ക് വേണ്ടി അർപ്പിച്ചതായിട്ട് കാണും. ഈ സുന്ദരമായ ഭൂമിയിൽ പക്ഷികളെ ചിലക്കൽ, പലതര ശബ്ദങ്ങൾ മനുഷ്യർ തന്നെ പാടുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ വർണ്ണിച്ചതാണ്. എല്ലാവരും നൃത്തം വെക്കുന്നു, ഗാനം ചെയ്യുന്നു. ആ നൃത്തം വെക്കുന്നവരെയെല്ലാം അപ്സരസ്സുകൾ എന്നെല്ലാം പറയുന്നത്. അതായത് അത്രയും സുന്ദരമായ ഒരു ലോകമാണ്, പ്രകൃതിയാണ് നമ്മളെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെ നമ്മൾ വികൃതമാക്കിയിട്ടുണ്ട്. ജാതിയും മതമെല്ലാം പറഞ്ഞിട്ട് തരംതിരിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സുന്ദരമായ ലോകം തന്നെയാണ്. അവളുടെ മക്കളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം. 27 ബ്രഹ്മാവ്, രുദ്രൻ, അങ്കീരസുകൾ മൂലാവരെല്ലാം പുഷ്പവൃഷ്ടി നടത്തി. പിന്നെ സൂത്രങ്ങളാൽ ശ്രീഹരിയെ സ്തുതിച്ചു. വേദങ്ങളിലൂടെയാണ് ശ്രീഹരിയെ സ്തുതിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്തുതിക്കുക? പ്രപഞ്ചത്തിൻ്റെ വർണ്ണനകളായിരിക്കും അതിൽ വരിക. 28 പറയുന്നു, ദേവന്മാരും പ്രജാപാലകരും പ്രജകളും ശ്രീ ഭഗവതിയാൽ കടാക്ഷിക്കപ്പെട്ട് അത്യധികമായ ആനന്ദത്തെ പ്രാപിച്ചു. 29
29 എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദിതിയുടെ പുത്രന്മാരായ അസുരന്മാർ. അപ്പം അതുവരെ അസുരന്മാരായിരുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പിൽ അസുരന്മാരുടെ ആധിപത്യമായിരുന്നു. ലോകം സൃഷ്ടിക്കാൻ, നല്ലൊരു ലോകം ഉണ്ടാക്കാൻ അത് സമ്മതിക്കില്ല. അപ്പം അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു ലോകം ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അസുരന്മാർ തോറ്റു. അപ്പോൾ ദിതിയുടെ പുത്രന്മാരായ അസുരന്മാർ, അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തിവിശേഷങ്ങളെയും തോൽപ്പിച്ചിട്ടാണ്, അതായത് എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കർമ്മം നടക്കുമ്പോഴും, എന്ത് കർമ്മം നടക്കുമ്പോഴും, സൃഷ്ടി നടക്കുമ്പോഴും ദർ ഈസ് എ റിയാക്ഷൻ. ആ റിയാക്ഷനാണ് അസുരന്മാർ എന്ന് പറയുന്നത്. ആ അസുരന്മാരെയെല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ്, അതാ പ്രതിബന്ധങ്ങളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സുന്ദരമായ പ്രകൃതി ഉണ്ടായത്. അപ്പോൾ അസുരന്മാർ തോറ്റു. അപ്പോൾ അതിന് വേറൊരു തരത്തിലും വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ ഉണ്ടായ അതിൽ നിന്നും ഉണ്ടായ ലക്ഷ്മി ദേവിയെ അവരെ ഉപേക്ഷിച്ചു. ലക്ഷ്മി ദേവി അവരെ ഉപേക്ഷിച്ചു. സ്വീകരിച്ചാരാണ്? വിഷ്ണുവിനെയാണ്. അപ്പോൾ മുതൽ അവർ നിർബലവാന്മാരും അവരുടെ ശക്തി ക്ഷയിച്ചു. ദേവന്മാർ വിജയിക്കുമ്പോൾ അവർ ശക്തി ക്ഷയിച്ചു, നിരുത്സാഹികളായി. പിന്നെ അവർ അടങ്ങി ഒതുങ്ങി നിന്നു. നിർലജ്ജന്മാർ, ഒരു ലജ്ജയില്ലാത്ത ആൾക്കാരുമായി മാറി. അത്യാഗ്രഹം പിടിച്ചവരുമായിട്ട് ഭവിച്ചു. അവരെല്ലാം അത്യാഗ്രഹികളായിട്ട് മാറി. വീണ്ടും മതനം തുടങ്ങി. കാരണം എന്ത് വേണം? അമൃതം വരണമല്ലോ. അമൃത്. സുരാദേവി ചന്താമര കണ്ണുകളോടെ പൊൻകിടാവായി ആവിർഭവിച്ചു. അപ്പോഴാണ് സുരാദേവി എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, മദ്യം എന്ന് പറയാം. അപ്പോൾ നാട്ടിൽ എന്തുകൊണ്ടായിട്ടുണ്ട്? മദ്യം ഉണ്ടായിട്ടുണ്ട്. സൃഷ്ടി നടക്കുമ്പോൾ സുന്ദരമായ കാര്യമെല്ലാം പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട്? മദ്യം ഉണ്ടായിട്ടുണ്ട്. അവളെ അസുരന്മാർ വരിച്ചു. അന്ന് മുതലേ അസുരന്മാരായ വിഭാഗത്തിൻ്റെ മദ്യവും കഴിച്ചിട്ട് അവർക്ക് വേണ്ടത് മദ്യമാണ്. അവർ സ്വീകരിച്ച് മദ്യത്തെയാണ്. 31 അമൃത് അഭിലാഷിച്ചുകൊണ്ട് ദേവാസുരന്മാർ വീണ്ടും മഥനം തുടർന്നു. പക്ഷെ അവർക്ക് അതുപോലെ അമൃത് വേണം. അപ്പോൾ വൻകടലിൽ നിന്ന് പാൽക്കടലിൽ നിന്ന് വൻകടലിൻ്റെ ആ പാൽക്കടലിൽ നിന്ന് ഒരു പുരുഷൻ പൊന്തി വന്നു. ഒരു മദ്യമാണ് ഒരു വസ്തുവെങ്കിൽ, മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന മദ്യമാണ് ഒന്നെങ്കിൽ, മനുഷ്യന് ഏറ്റവും ഉപകാരമായി തീരുന്ന സംഗതിയാണ് മരുന്നുകൾ, ആയുർവേദം. അപ്പം മനുഷ്യന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് മരുന്നുകൾ. അപ്പം മരുന്നുകളുടെ ദേവനല്ലേ മുങ്ങി വരേണ്ടത്. ആ മരുന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തായിട്ട് നമുക്കെടുക്കാം? അമരത്വം. മനുഷ്യന്റെ മരണത്തെപ്പോലും മറികടക്കാനുള്ള മരുന്ന്. മരുന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് മരണത്തെ മറികടക്കാനുള്ള മരുന്നാണ്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് അമൃത്. അമൃത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമേ ഇല്ല, രോഗമൊന്നും അടുത്തേ വരില്ല. അതുവരെയുള്ളതല്ല, രോഗത്തെ ചികിത്സിക്കാനുള്ള മരുന്നാണ്. നമ്മളെല്ലാം കണ്ടുപിടിക്കുന്ന രോഗത്തെ ചികിത്സിക്കാനുള്ള മരുന്നാണ്. ഇനി മരണം ഇല്ലാതാക്കുന്ന ഒരു മരുന്നുണ്ടെങ്കിൽ പിന്നെ രോഗമൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല. മരിക്കിലേക്ക് പിന്നെ രോഗം വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലുള്ള ലിമിറ്റാണ് അമൃത്. അപ്പം അമൃത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ വീക്ഷണത്തിലെടുക്കുകയാണെങ്കിൽ മനുഷ്യൻ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിന് മരണമില്ല, അത് അനശ്വരമാണ്. പക്ഷേ ആത്മാവിനെ നമുക്കറിയില്ല. പക്ഷേ അറിയും. നല്ല ആൾക്കാരുടെ പ്രവൃത്തികളുടെ
ആ ആത്മാവ് നമ്മുടെ മനസ്സിലെന്നും നിലനിൽക്കും. ലോകത്തിന് വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടോ, അവരുടെ ആത്മാവ് നമ്മുടെ നിലനിൽക്കും. അങ്ങനെയാണ് ഗാന്ധിജീനെയാണ് നമ്മൾ ഹിന്ദു ഓർക്കുന്നത്. അല്ലാതെ ഇവിടെ പണം വാരിക്കൂട്ടിയ കക്ഷികളെയൊന്നും ആരും ഓർക്കുന്നില്ല. ഏറ്റവും വലിയ തല്ലിപ്പൊളികളെയൊന്നും ലോകം ഓർക്കുന്നില്ല. അത് അസുരന്മാരെ ലോകം ഓർക്കുന്നില്ല. പക്ഷേ അനശ്വരത എന്ന് പറയുന്ന ശരീരം കൊണ്ടല്ല നേടേണ്ടത്, ആത്മാവ് കൊണ്ടാണ്. അസുരന്മാരുടെ ആത്മാവും മരിക്കുന്നില്ല, ദേവന്മാരുടെ ആത്മാവും മരിക്കുന്നില്ല. പക്ഷേ ദേവന്മാരുടെ ആത്മാവ്, നല്ല ആൾക്കാരുടെ ആത്മാവ്, ന്യൂട്ടന്റെ പേര് ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ അമരത്വം. അത് പ്രാപിക്കുന്നത് എങ്ങനെ കിട്ടുകയുള്ളൂ? ദേവന്മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. മനുഷ്യർക്കൊന്നും കിട്ടില്ല. മനുഷ്യരിൽ ദേവന്മാരായി ഉയരുന്നവർക്ക് അത് കിട്ടുകയുള്ളൂ. അതാണ് അമൃത്. അപ്പോൾ പൊന്തി വന്നതാരായിരിക്കും? ആയുർവേദത്തിൻ്റെ ആചാര്യനായിരിക്കും. നീണ്ടു തടിച്ച കൈത്തണ്ടയോടുകൂടി, അദ്ദേഹത്തിൻ്റെ പുരുഷ വർണ്ണനയാണ്. നീണ്ടു തടിച്ച 32, 33, 34 നീണ്ടു തടിച്ച കൈത്തണ്ട, ശംഖ് പോലെ 3 രേഖകളോടുകൂടിയ കണ്ഠം, കഴുത്തിൽ 3 വരയുണ്ട്, ശംഖ് പോലെയാണുള്ളത്. ഏറ്റവും നല്ല പുരുഷന്റെ ലക്ഷണം പറയുക. കുറേ വർണ്ണനയുണ്ട്, ഞാനെല്ലാം വിട്ടിട്ട് പറയുകയാണ്. ശ്യാമാഭനായി, യൗവനയുക്തനായി, പൂമാലയണിഞ്ഞ് സർവാഭരണഭൂഷണനായി, മഞ്ഞപ്പട്ടുടുത്തിട്ട് വിരിഞ്ഞ മാറിടത്തോടെ, അറ്റം ചുരുണ്ട തലമുടി, സിംഹപരാക്രമി, പരമസുന്ദരൻ, അമൃതം വഹിച്ചുകൊണ്ട് ഭൂമി വന്നു. അദ്ദേഹം ആരാണ്? സാക്ഷാൽ വിഷ്ണുവിൻ്റെ അംശമായി. വിഷ്ണുവിൻ്റെ അംശം തന്നെയാണ് എല്ലാവരും. നമ്മളും അത് തന്നെയാണ്. അപ്പം അദ്ദേഹം മാറിപ്പോകരുത്, വേറെ ആരാണത്? ഇതെല്ലാം വിഷ്ണുവിൻ്റെ അംശമായി ധന്വന്തരി എന്ന നാമത്തിൽ വിഖ്യാതനായ ആയുർവേദത്തിൻ്റെ ആചാര്യനായിരുന്നു അത്. പിന്നെ ധന്വന്തരി അമൃതമായിട്ടാണ് അമൃത കുംഭവുമായിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പം ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും അമൂല്യമായ മരുന്ന് എന്ന് പറയുന്നത് മരണത്തെ മറികടക്കുക അല്ല, ഇന്നൊന്നും നിലനിൽക്കുക, മരണമില്ലാത്ത അവസ്ഥ. പക്ഷെ ഏതിനാണ് മരണമില്ലാതെ എന്നുള്ള ചോദ്യമുള്ളൂ. ശരീരം നാമല്ല, ആത്മാവ്. ഇപ്പൊ പ്രമോദ് എന്ന ആത്മാവാണ് അമരനാകുന്നത്. അത് അമരനാകണ്ടെങ്കിൽ ലോകം എന്തെങ്കിലും ഓർക്കണം. അത് ദേവന്മാർക്ക്, മനുഷ്യർക്കും പറ്റും ദേവന്മാരുടെ ഉയരത്തിലേക്ക് ഉയരണം. അങ്ങനെ ഉയർന്ന വ്യക്തികളാണ് വേദവ്യാസനും ഋഷികളും. ഇപ്പം ന്യൂട്ടണും മാരൻ ക്യൂറി, പ്യൂരി ക്യൂറി എന്നെല്ലാം പറയുന്ന ആ വ്യക്തികളെല്ലാം ആ നിലയിൽ അമരന്മാരാണ്. അവരെ ആത്മാവ് ഇന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഓർക്കുകയും ചെയ്യുന്നു. ശരീരം എന്തല്ല, നമ്മൾ അല്ല. പക്ഷെ അസുരന്മാരുടെ ആരും ഓർക്കാൻ പോകുന്നില്ല, അവർ നശിച്ചു പോകും. ശരീരം നശിക്കുമ്പോൾ അവൻ്റെ പൈസയെല്ലാം അങ്ങ് നശിക്കും. അപ്പം 35 അസുരന്മാരിത് കണ്ടിട്ട് ആർത്തി മൂത്തിട്ട് എല്ലാം സ്വന്തമാക്കണമെന്നുള്ള അത്യാഗ്രഹത്തോടുകൂടി. കാരണം ഈ മരിക്കാതെ ഈ സാധനം കിട്ടുകയാണെങ്കിൽ പിന്നെ മരണമില്ല, അല്ലെങ്കിൽ ലോകം മുഴുവൻ പിടിച്ചടക്കിയെല്ലാം സ്വന്തമാക്കാം. ആ ആഗ്രഹത്തോടുകൂടി. അപ്പോൾ അവർക്കെന്ത് മതി? ഈ അമൃത് മതി. അപ്പം അവരെന്ത് ചെയ്തു? അസുരന്മാർ ആഗ്രഹം മൂത്ത അവര് ധന്വന്തരിയെയും അമൃത കലശത്തെയും കണ്ടിട്ട്
ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു? ആ കലശത്തെ ബലാത്കാരേണ പിടിച്ചെടുത്തു. 36 അമൃത് നിറഞ്ഞ കലശം അസുരന്മാർ കൊണ്ടുപോകവേ വിഷമത്തിലായ ദേവന്മാർ അന്താളിച്ചു എഴുതു അസുരന്മാർ കൊണ്ടുപോയി. അവർ ശ്രീ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ 37 അവരുടെ ദയനീയ അവസ്ഥ കണ്ട ഭഗവാൻ വിഷ്ണു അവരോട് പറഞ്ഞു, ഖേദിക്കേണ്ട. എൻ്റെ മായയാൽ അസുരന്മാർക്കിടയിൽ വഴക്കുണ്ടാക്കി കാര്യം സാധിച്ചു കൊള്ളാം. അസുരന്മാരുടെ ഇടയ്ക്ക് ഞാൻ വഴക്കുണ്ടാക്കി തരാം, എന്നിട്ട് കാര്യം സാധിച്ചു കൊള്ളാം. അസുരന്മാരുടെ സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. അസുരന്മാർ അവസാനം അവർ തമ്മിൽ തന്നെ തല്ലും. എന്തൊക്കെ ഒന്ന് ഇടുമ്പോൾ പിന്നെ അവർ തമ്മിൽ തല്ലും. അതുവരെ ഐക്യമുള്ളൂ. ആദർശത്തിൻ്റെ പേരിലല്ലാതെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നു. അതെല്ലാം ആസുര സ്വഭാവമാണ്. അപ്പം 38 അപ്പോൾ അസുരന്മാരുടെ ഇടയിൽ ആദ്യം ഞാൻ എന്ന തർക്കം ഉടലെടുത്തു. അതായത് ആദ്യം കുടിക്കട്ടെ ഞാനാണെന്ന് പറഞ്ഞാണ് തർക്കായം. ഞാൻ കുടിക്കാം. 39-40 അപ്പൊ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ തർക്കം വന്നപ്പോൾ ഈ തർക്കം വരുമ്പോഴാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സീറ്റ് കിട്ടാതെ തർക്കം വരുമ്പോഴാണ് തോക്കുന്ന കക്ഷി, ദുർബലനായ കക്ഷി പിന്നെ മറ്റേ എതിർവശത്തുള്ള പാർട്ടിയിലേക്ക് നോട്ടം വെക്കുക, അവരോട് സ്നേഹം വരും. ഒരു പാർട്ടിയിൽ ഒരു സ്ഥാനം വരുമ്പോൾ അതിന് മോഹികളായവരെ തമ്മിൽ തല്ലുമ്പോൾ പ്രബല വിഭാഗത്തിന് കുഴപ്പമില്ല, അത് അവർ നേടിയെടുക്കും, അവർ തന്നെ കഴിക്കലാണ്. അപ്പം ദുർബല വിഭാഗത്തിന് എന്തതിനോട് സ്നേഹം വരും? ആരോട്? എതിര് നിൽക്കുന്ന പാർട്ടികളോട്. അതുപോലെ ഈ യജ്ഞത്തിൽ തുല്യ യജ്ഞം വഹിച്ച, കാരണം രണ്ടുപേരും തുല്യ കാണുന്ന ആരാണ്? ദേവന്മാരും അസുരന്മാരും. തുല്യ പങ്ക് ദേവന്മാരും വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യജ്ഞത്തിൽ തുല്യ പങ്ക് വഹിച്ച ദേവന്മാരും അവർക്കുള്ള പങ്കിന് അവകാശമുണ്ട്. ഇത് സനാതന ധർമ്മമാണ്. ഇങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞ് അസഹിഷ്ണുത ബാധിച്ച ശക്തി കുറഞ്ഞ അസഹിഷ്ണുത ബാധിച്ച് ശക്തി കുറഞ്ഞ ഏതാനും അസുരന്മാർ ശക്തി കൂടിയവർ അമൃതകുംഭം കൈവച്ചിരിക്കുന്നതുമായ സ്വജനങ്ങളെ അടക്കടി വിലക്കിക്കൊണ്ടിരുന്നു. അതായത് ദേവന്മാരും തുല്യ കർമ്മം ചെയ്തവരാണ്, അവർക്ക് ഇതിൻ്റെ അവകാശമുണ്ട് എന്ന് ആര് വിളിച്ചു പറയുകയാണ്? അസഹിഷ്ണുത ബാധിച്ച അസഹിഷ്ണുക്കളാകുക എന്ന് പറഞ്ഞാൽ അമൃതം ആദ്യം കുടിക്കണം എന്ന് പറഞ്ഞ് തർക്കിച്ചതിൽ ഒരു വിഭാഗത്തിന് അതിന് സാധിക്കാതെ വരും. അവർ ദുർബലമാണ്, ശക്തി കുറഞ്ഞ ഏതാനും അസുരന്മാർ. അവർ അതിൽ രണ്ട് തർക്കമുണ്ടല്ല ആർക്ക്. അപ്പോൾ ഏറ്റവും ശക്തിമാന് അവൻ്റെ കൈമ കൂടെ കിട്ടും, മറ്റവനവിടെ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ അവരാണ് പറയുന്നത് ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ദേവന്മാർക്കും കൂടിയും കൊടുക്കേണ്ടതാണെന്ന്. കാരണം അവരുടെ സ്നേഹം എപ്പോഴും മറുവശത്തോടുള്ള ചിന്ത അപ്പോഴാണ് പറയുക. അപ്പോൾ ശക്തി കൂടിയവൻ അമൃതകുംഭം കൈക്കലാക്കി വെച്ചുകൊണ്ടിരിക്കുന്നവരുമായ സ്വജനങ്ങളെ. അപ്പോൾ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ആ കുടം കൈമ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. അല്ലെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് മാറി നിന്ന് തർക്കിച്ച മറ്റേ വിഭാഗം അവർ ദുർബലരാണ്. കുട ഇപ്പോൾ ഇപ്പുറത്തവരുടെ കൈമേലാണുള്ളത്. അപ്പം മറ്റവർ പറഞ്ഞ് ശരിയല്ല, അവർക്കും കൂടി കൊടുക്കേണ്ടതാണ് എന്ന് ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു. എൻ്റെ വിലക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മാത്രം കുടിക്കരുത്, അവർക്കും കൂടി കൊടുക്കണം. കാരണം ഒരു പ്രതിപക്ഷ ബഹുമാനം വരും ഏതിന്? ഇതിൽ ദുർബലരായ വിഭാഗങ്ങൾക്ക്. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ദുർബല വിഭാഗത്തിൽ നിൽക്കുന്നവരെന്ത് ചെയ്യും? ചാടിപ്പുറം വന്നിട്ട് സ്ഥാനാർത്ഥിയായിട്ട്
നിൽക്കും. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളുടെയും ഇടയ്ക്ക് ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന മനസ്സിൻ്റെ ആ ഒരവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. 41 ഇതിനിടയിൽ സർവശക്തനായ വിഷ്ണു ഭഗവാൻ അത്ഭുതം എന്ന് പറയട്ടെ അവർണ്ണനീയമായ ഒരു സ്ത്രീരൂപം ധരിച്ചു. യഥാർത്ഥത്തിൽ പ്രകൃതി എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. പുരുഷനും പ്രകൃതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വിഷ്ണു യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ ഭാര്യയാണ്, മഹാലക്ഷ്മിയാണ്. സ്ത്രീയായിട്ട് പ്രകൃതിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വിഷ്ണു തന്നെ സ്ത്രീയായിട്ട് മാറി എന്ന് പറയുന്നതിൽ നമ്മൾ തെറ്റായിട്ട് കാണുകയൊന്നും വേണ്ട. ഇത് രണ്ടും കൂടിയ ചേർന്നത് തന്നെ ഭഗവാൻ എന്ന നിലയിൽ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിഷ്ണുവിനെ ഒരുക്കിയും അല്ലെങ്കിൽ ശിവനെ ഒരുക്കിയും ശിവനും പാർവതിയായിട്ടല്ല നമ്മൾ മനസ്സിൽ കാണുന്നത്. പക്ഷേ ശിവനും പാർവതിയും അർദ്ധനാരീശ്വരുണ്ടാകാണ്. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയും കൂടിയാലേ പൂർണ്ണമാവുകയുള്ളൂ. ഈ പ്രകൃതിയായി മാറിയതും ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ വിഷ്ണു തന്നെ, ഇവിടെ വിഷ്ണു ആണെങ്കിൽ വിഷ്ണു തന്നെയാണ് പ്രകൃതി. സ്ത്രീയായിട്ട് രൂപം ധരിച്ചു എന്ന് പറയുന്നതിൽ നമ്മൾ വേറെ അതിശയമൊന്നും കണ്ട. ആ സുന്ദരമായ ലോകത്തെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ സൗന്ദര്യമുള്ള ഒരു സുന്ദരിയായിട്ടാണ് ഈ പ്രപഞ്ചത്തെ കാണിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് അസുരന്മാർ മത്സരിക്കുന്നത്, തമ്മിൽ തല്ലുന്നത്. ഇനി 42, 43, 44, 45, 46 ഈ സുന്ദരിയുടെ വർണ്ണനയാണ് ചുരുക്കിയെ പറയുന്നത്. നീലത്താമരക്കൊപ്പം കൊത്ത് കമനീയമായ ശ്യാമാഭയമായ അംഗപ്രത്യംഗങ്ങളും അപ്പോൾ അവയെല്ലാം വളരെ സുന്ദരമാണ് എന്ന് പറയുകയാണ്. ഒന്നിനൊന്ന് ചേരുന്ന കാതുകളെല്ലാം രണ്ടും ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതിലെന്തുണ്ട്? കുണ്ഡലങ്ങളെല്ലാം അണിഞ്ഞിട്ടുണ്ട്. തിളങ്ങുന്ന കവിൾത്തടം, ഉയർന്ന മൂക്ക്, നല്ല ചേലത്ത മുഖം, നല്ലവണ്ണം വളർന്ന സ്ഥാനങ്ങൾ, കൃശമായ ഉദരം, കരിങ്കൂന്തൽ, സുന്ദര ഭുജങ്ങളിലെല്ലാം എന്തുണ്ട്? തോൾ വളകളുണ്ട്. കുറേയെല്ലാം പറയുന്നുണ്ട്, ഞാനെല്ലാം വിട്ട് പറയുകയാണ്. കാലിൽ ചിലങ്കയുണ്ട്, ലജ്ജയോടുകൂടിയ മന്ദഹാസമുണ്ട്. പിന്നെയോ വെട്ടിച്ച പുരികക്കൊടി, ശൃംഗാര കടാക്ഷം, ഇതെല്ലാം കൂടി ആയപ്പോൾ, ഇതെല്ലാം കുറേ വർണ്ണന കുറച്ചധികമുണ്ട്. അതെല്ലാം കൂടി ആയപ്പോൾ അസുര തലവന്മാരുടെ മനസ്സിൽ മേൽക്കുമേൽ മദനവികാരത്തെ വളർത്തി. അപ്പം ഈ ഭൂമിയിലെ സൗന്ദര്യം, ആ സൗന്ദര്യത്തെ വിഷ്ണുവായിട്ട് തന്നെ ചിത്രീകരിക്കുകയാണ്, ഒരു സ്ത്രീയായിട്ട്. കാരണം എന്തും ഈശ്വരനാണ്, ഇതായ വിഷ്ണുവാണ് ഇതെല്ലാമായി മാറിയതെന്നാണ് അവിടെ പറയുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ സ്ത്രീ രൂപത്തിലാണ് ഉള്ളത്. ഈ പ്രകൃതി സുന്ദരമായ ലോകത്തെ കണ്ടപ്പോൾ അസുരന്മാർക്ക്, അതിൻ്റെ തലവന്മാർക്ക്, മറ്റുള്ളവരെ കാര്യം വെറുതെ വായി നോക്കിയത്, അവർക്കെന്ത് ചെയ്യാൻ പറ്റും? കുറേ തലവന്മാർക്കാണല്ലോ മത്സരം ഇത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ തലവന്മാരുടെ മനസ്സിൽ മേൽക്കുമേൽ മദന വികാരങ്ങളെ വളർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സ്ത്രീരൂപം. അപ്പോൾ ഭരണത്തിൻ്റെ തലപ്പത്തുള്ളവർക്കാണ് ഈ പ്രകൃതിയെ കീഴടക്കാനുള്ള, ഈ ലോകത്തെ മുഴുവൻ കീഴടക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം അസുരന്മാരാണ്.
എല്ലാം വാരിക്കൂട്ടണം. ഈ ലോകം മുഴുവൻ കിട്ടുമെങ്കിൽ അത് വാരിക്കൂട്ടണം എന്നും പറഞ്ഞാണ് നടക്കുന്നത്. അതിൽ നമുക്കൊന്നും പറ്റൂല, നമ്മളെല്ലാം കീഴ് കേസ്. ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അധികാരത്തിൻ്റെ സ്ഥാനത്ത് മുകളിലോട്ടേക്ക് വരുന്നവർക്കാണ് കിടമത്സരം ഉണ്ടാവുക. അപ്പോൾ അസുരന്മാരുടെ നാശം എങ്ങനെയാണ്? തമ്മിൽ തെളിക്ക് തന്നെയാണ് അമ്മാർ ഭരിക്കുക. സ്വാർത്ഥമതികളായവര് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നിച്ചു കൂടും. അപ്പം എത്ര അധർമ്മികളായ ഭരണാധികാരികളും ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു നാള് സ്വന്തമാക്കാൻ വേണ്ടി ഇവർ തമ്മിൽ തല്ല് നശിക്കും. ആ സത്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് വിഷ്ണു പറഞ്ഞത്, അവരുടെ ഇടക്ക് തന്നെ നമ്മൾ വിദ്വേഷം ഉണ്ടായിക്കൊള്ളാം. ഈ അസുരന്മാരുടെ ദുരാഗ്രഹികളുടെ ആഗ്രഹം മൂത്ത വിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം പിന്നെ അവർക്ക് എനിക്ക് എന്നുള്ള ഒരു ചിന്താഗതിയിൽ എല്ലാം ഒരു വ്യക്തി കൈയടക്കാനുള്ള ഒരു ശ്രമത്തിലേക്കും നീങ്ങും. അതോടുകൂടി അവരുടെ പതനം ആരംഭിക്കും. ഇതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം അവരുടെ പതനം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങിക്കോളും. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലാണുള്ളത്. അത് പിന്നീട് കാണാം.